ദൈവനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ. പേര് എനിക്കൊരു അനുഭവമുണ്ടായി. എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞൊരു അനുഭവമാണ്. അദ്ദേഹം ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയാണ്. ഈ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ ഉടമ ഒരു പ്രാർത്ഥനക്കാരനാണ്, ഒരു വിശ്വാസിയാണ്. അപ്പോൾ ഈ വിശ്വാസിയായ തൊഴിലുടമ എന്ത് ചെയ്തു, തൻ്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന കുറച്ച് പേരെ എവിടെയോ, തമിഴ്നാട്ടിൽ എവിടെയോ ഒരു വലിയ സുവിശേഷ യോഗത്തിന് കൊണ്ടുപോയി. കോയമ്പത്തൂർ എവിടെയാണ് സുവിശേഷ യോഗം നടക്കുന്നത്, എറണാകുളത്ത് നിന്ന് അതിരാവിലെ വെളുപ്പിന് കോയമ്പത്തൂരേക്ക് ഇവരൊരു ഇന്നോവ കാറിൽ, ഈ തൊഴിലുടമയുടെ കാറിൽ അവിടുത്തെ തൊഴിലാളിയായിട്ട് ജോലി ചെയ്യുന്ന 3 ചെറുപ്പക്കാർ പോവുകയാണ്. അതിരാവിലെ ചെന്ന് നേരത്തെ സീറ്റൊക്കെ കിട്ടി സുവിശേഷ യോഗമൊക്കെ പങ്കെടുത്തു. വൈകുന്നേരം അവിടുന്ന് കോയമ്പത്തൂരിൽ തിരിച്ചു വരികയാണ്. പകൽ മുഴുവൻ പ്രാർത്ഥനയും മീറ്റിങ്ങൊക്കെ ആയിരുന്നു. അവർ മീറ്റിങ്ങിനെ കഴിഞ്ഞ് പെട്ടെന്ന് വൈകുന്നേരം തിരിച്ച് എറണാകുളത്തേക്ക് പോകുന്ന വഴി. അപ്പം ഈ തൊഴിലാളികളായ ഈ ചെറുപ്പക്കാരുടെ കയ്യിൽ പൈസയൊന്നും കുറവാണ്. അപ്പോൾ അവർക്ക് നല്ല വിശപ്പുണ്ട്. രാവിലെ എറണാകുളത്ത് നിന്ന് പോകുന്നതാണ്. കോയമ്പത്തൂർ മീറ്റിംഗ് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ നല്ല വിശപ്പുണ്ട്. അപ്പോൾ അവർ ചോദിച്ചു, തൊഴിലുടമ ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു തരും. പുള്ളിയല്ലേ വിളിച്ചോണ്ട് വന്നു. അപ്പോൾ എവിടെയോ വളയാറൊക്കെ എത്തുന്ന മുമ്പ് ചായക്കടയിൽ അവർ കയറി. അപ്പോൾ ഇവർ ആഗ്രഹിച്ചു, 2 പൊറോട്ടയും അറ്റ്ലീസ്റ്റ് ഒരു സാമ്പാറെങ്കിലും വാങ്ങിച്ചു തന്നാൽ ഞങ്ങൾക്ക് വിശപ്പ് മാറും. പക്ഷേ തൊഴിലുടമ ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല. ഇവർ ചായ നഗരസം പിരിവിട്ടു. കുറച്ച് 2 ചായ വാങ്ങിയിട്ട് 3 പേര് ഹാഫാക്കിട്ട് കുടിക്കാനൊക്കെ വെച്ചാൽ കാശ് അവരായി. അപ്പോൾ ഇവരാഗ്രഹിച്ച് ഈ തൊഴിലുടമ ഞങ്ങൾക്ക് 2 പൊറോട്ടയെങ്കിലും വാങ്ങിച്ചു തന്നിരുന്നെങ്കിൽ ഞങ്ങൾക്ക് വിശപ്പ് മാറ്റാനും. പക്ഷെ അദ്ദേഹം ഇത് പറഞ്ഞ് പാവമായി കാണിച്ചത്. അദ്ദേഹം വേറെ ഒന്നും ഫോണൊക്കെ ചെയ്ത് നിൽക്കുകയാണ്. ഇവരെന്നിട്ട് തിരിച്ച് കാറിൽ കയറി വരുമ്പോൾ ഇവർക്ക് ഭയങ്കര വിഷമമുണ്ട്. ഇവർ രാവിലെ വന്നതാണ്, അദ്ദേഹം എന്തെങ്കിലും വാങ്ങിച്ചു തന്നിരുന്നെങ്കിൽ തിന്നാമായിരുന്നു. അദ്ദേഹം ഒരു പ്രാർത്ഥനക്കാരനാണ്. അങ്ങനെ തിരിച്ചു വന്നുകൊണ്ടിരിക്കുക, ഇന്നോവ കാർ സ്പീഡിൽ വന്നുകൊണ്ടിരിക്കുക വഴിക്ക് പോലീസ് പിടിച്ചു. ഓവർ സ്പീഡിന് ഫൈൻ അടിപ്പിച്ചപ്പോൾ 500 രൂപയുടെ ഫൈനായി. അന്ന് കുറച്ച് ആളുകൾക്ക് മുമ്പ് ഈ ഫൈനായപ്പോൾ എന്ത് ചെയ്തു, ഇദ്ദേഹം പോലീസുകാർക്ക് നേരെ ദേഷ്യത്തോടെ പോക്കറ്റിൽ നിന്ന് 500 രൂപ എടുത്ത് മറ്റേ നീയൊക്കെ വെച്ചോളാം എന്നും പറഞ്ഞിട്ടൊക്കെ കയറി. എന്നിട്ട് 2 ശാപവാക്ക്, എന്നിട്ട് ഞാനൊരു ദൈവദാസനാണ് ഒക്കെ പറഞ്ഞിട്ട് ഒരു വരവ്. ഇവരന്തം വിട്ടു. എടാ, പോക്കറ്റിൽ 500 രൂപ ഫൈൻ അടയ്ക്കാനൊക്കെ കൊടുക്കാൻ അവൻ്റെ പോക്കറ്റിൽ 500 ഉണ്ട്. ഇപ്പോൾ പാവങ്ങൾ 3 പേര് ആ ജോലി സ്ഥാനത്ത് ജോലി ചെയ്യുന്നവരാണ്. ഈ ജോലി ചെയ്യുന്ന ഞങ്ങളുടെ ഒരു 2 പൊറോട്ടയും ഒരു സാമ്പാറോ എന്തെങ്കിലും ഒന്ന് വാങ്ങിച്ചു തരാൻ അദ്ദേഹത്തിന് പറ്റി. സുവിശേഷ യോഗം അറ്റൻഡ് ചെയ്യിപ്പിക്കാനാണ് ഈ തൊഴിലുടമ ആ സ്ഥാപനത്തിലും ചെറുപ്പക്കാരെ അവിടെ ദൂര സ്ഥലത്ത് കോയമ്പത്തൂർ, എറണാകുളത്ത് കോയമ്പത്തൂർ പോയിട്ട് അതൊക്കെ അറ്റൻഡ് ചെയ്യിപ്പിച്ചിട്ട് തിരിച്ചു കൊണ്ടുവന്നു. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ പ്രവൃത്തി കണ്ടപ്പോൾ ഇവർക്ക്, ഈ ചെറുപ്പക്കാർക്ക്, ആ സുവിശേഷ യോഗം അറ്റൻഡ് ചെയ്യാൻ പോയ ചെറുപ്പക്കാർക്ക് അവരുടെ വിശ്വാസം പോയത് അവർ പറയുന്നതാണ്, ഒരു പ്രാർത്ഥനക്കാരനായിട്ടും ഇദ്ദേഹത്തിന് കരുണയില്ല, ഒരു ദയയില്ല. ഒരു പ്രാർത്ഥനക്കാരനായിട്ടും ഒരു ചായ പോലും വാങ്ങിച്ചു തരാൻ ഒരു മനസ്സില്ലാത്തവനെ എങ്ങനെ ഇവനെ വിശ്വസിക്കും? എങ്ങനെ ഇവൻ പറഞ്ഞ വാക്കുകൾ കേൾക്കും? അതോടെ ഈ ചെറുപ്പക്കാരനോട് ഈ അനുഭവം പറഞ്ഞ സഹോദരനോട് പറഞ്ഞ്, അന്ന് തൊട്ട് ഞാൻ യേശുവിലുള്ള വിശ്വാസം. കർത്താവ് യേശു ഒരു വചനം ഇപ്രകാരം പറയുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം അതിൻ്റെ 25-ാം വാക്യം നമുക്ക് കർത്താവ് എന്താണ് പറയുന്നത് നോക്കാം. നാട്ടുകാരെ, നിയമജ്ഞരെ, പരിസരെ നിങ്ങൾക്ക് ദുരിതം. നിങ്ങൾ പാനപാത്രത്തിൻ്റെയും ഭക്ഷണപാത്രത്തിൻ്റെയും പുറം വെടിപ്പാക്കും, എന്നാൽ അവിടെ ഉള്ളു കവർച്ചയും ആർത്തിയും കൊണ്ട് പറഞ്ഞു. അന്ധനായ പരിസയ പാനപാത്രത്തിൻ്റെയും ഭക്ഷണത്തിൻ്റെയും പുറം കൂടി ശുദ്ധിയാക്കാൻ വേണ്ടി ആദ്യമേ അകം ശുദ്ധിയാക്കും. കപടനാട്ടക്കാരെ, നിയമജ്ഞരെ, പരിസരെ നിങ്ങൾക്ക് ദുരിതം. നിങ്ങൾ വെള്ളയടിച്ച കുഴിമാടങ്ങൾക്ക് സദൃശരാണ്. അവ പുറമേ മനോഹരമായി കാണപ്പെടുന്നെങ്കിലും അവയ്ക്ക് ഉള്ളിൽ മരിച്ചവരുടെ അസ്ഥികളും സർവ്വവിധ മാലിന്യങ്ങളും നിറഞ്ഞു കിടക്കുന്നു. യേശു പറയുകയാണ്, 28-ാം വാക്യം, മത്തായി 23:28 പറയാണ്, അതുപോലെ ബാഹ്യമായി മനുഷ്യർക്ക് നല്ലവരായി കാണപ്പെടുന്ന നിങ്ങൾ ഉള്ളിൽ കാപട്യവും അനീതിയും നിറഞ്ഞവരാണ്. ദൈവം കർത്താവ് യേശു പറയാണ്, ബാഹ്യമായി നല്ലവരായി കാണപ്പെടുന്നു, പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ കാപട്യവും അനീതിയും. നമ്മൾ പ്രാർത്ഥനക്കാരായിട്ട് ഇറങ്ങുമ്പോൾ നീ കാണുമ്പോൾ നല്ല വെള്ളയെടുപ്പുണ്ട്, നിനക്ക് ചിരിയുണ്ട്, കയ്യിൽ ബൈബിളുണ്ട്. പക്ഷെ ദൈവം
പറഞ്ഞിട്ടുള്ള വചനത്തിന്റെ പ്രവൃത്തി നിന്റെ ഹൃദയത്തിൽ നിന്ന് അല്ലെങ്കിൽ നിന്റെ ഉള്ളിൽ നിന്ന് വരുന്നുണ്ട്. ഇതാണ് ദൈവം ചോദിക്കുന്നത്. നിങ്ങൾ പരിസര നിയമജ്ഞരെ എന്ന് പറഞ്ഞാൽ വചനം അറിയുന്നവരും നിയമങ്ങൾ അറിയുന്നവരും ദൈവ കൽപ്പനകളെ അഗാധമായ അറിവുള്ളവരോടുമായിട്ടാണ് യേശു പറയുന്നത്, നീ പുറമെ നീ വെള്ളയടിച്ച കുഴിമാടങ്ങൾ സാധിച്ചു, പക്ഷെ ഉള്ളിലെല്ലാം മാലിന്യം നിന്റെ ഉള്ളിലുണ്ട്. നിന്റെ ഹൃദയത്തിന്റെ ആഴം അശുദ്ധമാണ്, അതുകൊണ്ടാണ് നിന്റെ പ്രവൃത്തി അപ്രകാരം വരുന്നത്. മത്തായിയുടെ സുവിശേഷം, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 18-ാം വാക്യത്തിൽ യേശു വളരെ കൃത്യമായിട്ടാണ് പറയുന്നത്, വായിൽ നിന്ന് വരുന്നത് ഹൃദയത്തിൽ നിന്നാണ് വരുന്നത്, അത് മനുഷ്യനെ അശുദ്ധനാക്കുന്നു. നിന്റെ ഹൃദയത്തിൽ, നിന്റെ ഹൃദയം എന്ന് പറഞ്ഞാൽ എന്താ, ഇവിടുത്തെ പമ്പ് സെറ്റ് അല്ല ദൈവം ഉദ്ദേശിക്കുന്നത്, നിന്റെ ആന്തരിക മനുഷ്യനെ ഉദ്ദേശിക്കുന്നത്. നിന്റെ ആന്തരിക മനുഷ്യൻ മോശമാണെങ്കിൽ നിന്റെ പ്രവൃത്തിയിൽ അത് വന്നിരിക്കും. നീ പുറമെ വലിയ ജുബയുണ്ട്, വലിയ പ്രാർത്ഥനക്കാരനാണ്, കഷത്ത് ബൈബിളുണ്ട്, കൂട്ടായ്മയിൽ സ്തോത്രം പറയുന്നതിനാണ്, വലിയ വലിയ കൂട്ടായ്മയിലും പ്രാർത്ഥനയിലെല്ലാം നീ ഉണ്ട്, ഇതൊക്കെ ശരി തന്നെ. പക്ഷെ നിന്റെ ഹൃദയം, നമ്മുടെ ഹൃദയം അശുദ്ധമാണെങ്കിൽ, നിന്റെ ഹൃദയം നീചമാണെങ്കിൽ നിന്റെ പ്രവൃത്തിയിലും അത് കാണിക്കും. മോശം വൃക്ഷം മോശം ഫലത്തെ പുറപ്പെടുവിക്കും, നല്ല വൃക്ഷമാണെങ്കിൽ നല്ല ഫലത്തെ പുറപ്പെടുവിക്കുന്നു. യേശുവിന്റെ വചനവും കയ്യിലെടുത്ത് ഇറങ്ങിയിട്ട്, അല്ലെങ്കിൽ ദൈവ രാജ്യത്തിന്റെ വചനം കയ്യിലെടുത്ത് ഇറങ്ങിയിട്ട് നീ അനീതി പ്രവർത്തിച്ചാൽ, നീ നല്ല വൃക്ഷത്തിന്റെ ഫലം പുറപ്പെടുവിച്ചില്ലെങ്കിൽ ദൈവം പറയാണ്, നീ വെള്ളയടിച്ച കുഴിമാടങ്ങൾക്ക് തുല്യമാണ്. ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ഇന്ന് ബോധ്യപ്പെടുത്തുന്നതാണ്. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 6:45, വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 45-ാം വാക്യം നമുക്കൊന്ന് വായിക്കുമ്പോൾ, നല്ല മനുഷ്യൻ തന്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നന്മ പുറപ്പെടുവിക്കുന്നു, ചീത്ത മനുഷ്യനാണെങ്കിലും അവന്റെ തിന്മയുടെ നിക്ഷേപത്തിൽ നിന്ന് തിന്മ പ്രവർത്തിക്കും. വചനം പറയുക, ഹൃദയത്തിന്റെ നിറവിൽ നിന്നാണല്ലോ ആദരം സംസാരം. എന്നാൽ നിന്റെ ഹൃദയം എപ്രകാരമാണോ അതുപോലെ ഇരിക്കും നിന്റെ സംസാരം, നിന്റെ വാക്ക്, നിന്റെ പ്രവൃത്തി. മനുഷ്യ, നീ പറയുന്നതൊന്ന്, പക്ഷെ നിന്റെ പ്രവൃത്തി നോക്കുമ്പോൾ അറിയാം നീ നല്ല വൃക്ഷമാണോ മോശ വൃക്ഷമാണോ. യേശു ഒരാളെ ഐഡന്റിഫൈ ചെയ്യാൻ കറക്റ്റായിട്ടൊരു അടയാളം പറഞ്ഞിട്ടുണ്ട്. ഒരുവരെ നിങ്ങൾ പരീക്ഷിച്ച് അറിയൂ. എല്ലാവരും വചനവും പറഞ്ഞുകൊണ്ടും ചിരിച്ചുകൊണ്ടും ഒക്കെ വരും. ഈ നമ്മുടെ ഈ കാലഘട്ടത്തിൽ നല്ല നാണയങ്ങളുമുണ്ട്, മോശം നാണയങ്ങളുമുണ്ട്, കള്ള നാണയങ്ങളുമുണ്ട്, നല്ലതുമുണ്ട്. എങ്ങനെ തിരിച്ചറിയാം? അവന്റെ പ്രവൃത്തി നോക്കി, ഫലം നോക്കി വൃക്ഷത്തെ അറിയാം. മോശം വൃക്ഷം മോശം ഫലത്തെ നൽകും, നല്ല വൃക്ഷം നല്ല ഫലത്തെ തരും. കള്ള നാണയങ്ങൾ ഒരുപാടുണ്ട്. എന്നാൽ എപ്രകാരം ദൈവ പ്രവൃത്തിയെ തിരിച്ചറിയാൻ പറ്റും? യേശു യഥാർത്ഥമായി നിന്റെ ഹൃദയത്തിൽ വസിക്കുന്നുണ്ടെങ്കിൽ നീ നല്ല ഫലം പുറപ്പെടുവിക്കും. ദൈവത്തിന്റെ സ്വഭാവമാണ് നമ്മുടെ ആന്തരിക മനുഷ്യരിൽ ഇറങ്ങിയെങ്കിൽ യേശുവിന്റെ സ്വഭാവമേ നമ്മൾ പുറപ്പെടുവിക്കുന്നത്. എന്നാൽ നമ്മുടെ സ്വഭാവത്തിൽ തിന്മയുടെ നീചന്റെ സ്വഭാവമാണെങ്കിൽ അശുദ്ധിയും കാപ്പുട്ടിയും ഉള്ളിൽ നിന്ന് പുറപ്പെടുവിക്കും. കാണുമ്പം നല്ല രീതിയിലിരിക്കും, കാണുമ്പോൾ എല്ലാം നല്ല നാണയങ്ങളെ പോലെ തോന്നിക്കും, പക്ഷേ ഫലം നോക്കി വിഷത്തെ അറിയട്ടെ. ദൈവം നമ്മളെല്ലാവരും ബലപ്പെടുത്തട്ടെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ.